അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു ഇത് ഹറാമാണ്, അനുവദനീയമല്ലാത്ത നിക്കാഹാണ്. അങ്ങനെയുണ്ട്, ഇന്ന് കേരളത്തിൽ തന്നെ ഉണ്ട്. ഒരു ഭാര്യയ്ക്ക് 3 ഭർത്താക്കന്മാർ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ മുസൽമാനെ നോക്കിയിട്ട് മുസ്ലിങ്ങളെ നോക്കിയിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാം. ശരീഅത്തിനെ കുത്തിമറിച്ചിട്ട് മുത്തലാഖ് എന്നൊക്കെ പറയട്ടെ. ഇവിടെ മുള്ളൂർക്കര ഉസ്താദൊക്കെ സംസാരിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, പോട്ടെ. നമ്മുടെ വിഷയം അതുമല്ല. എന്നാലും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയിരിക്കണം എന്താണ് നിക്കാഹ്, എന്താണ് ത്വലാഖ്, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അതൊക്കെ ഇനിയിപ്പോൾ അതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. കയറിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നിർത്താനും പറ്റൂല. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പാശ്ചാത്യ കാലഘട്ടത്തിൽ നിക്കാഹ്, നമ്മുടെ നിക്കാഹ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞുതരാണ്. വിവാഹം നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നിക്കാഹും പാശ്ചാത്യ ശൈലികളിലുള്ള നിക്കാഹും എന്താണെന്ന് പരിശുദ്ധമായ ശരീഅത്ത് നമുക്കിതാ അടിവരയിട്ട് പഠിപ്പിച്ചു തരികയാണ്. 10 പേര് ചേർന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ അതിലൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ആരെന്ന് അവർ തന്നെ തിരഞ്ഞെടുക്കും. അവരാണ് എൻ്റെ ഉപ്പ. യകൂനു ലഹു അബ്ബൻ, അവന്റെ വാപ്പായി. മൂന്നാമത്തെ നിക്കാഹ് നിക്കാഹുൽ ഇസ്തിബ്ളാ, വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്ന നിക്കാഹ്. അങ്ങോട്ട് ഇഷ്ടപ്പെടുക. ഇസ്തിബ്ളാ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പോയിട്ട് ഒരു പുരുഷനെ ഭോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു, ശാരീരികമായി ബന്ധപ്പെടാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്തിന്? ഇദാ തഹറത്തിൽ മർഅതു മിൻ ഹൈളിഹാ യഖൂലു റജുലു ഇദ്ഹബി ഇലാ ഫുലാനിൽ അശറ ഇലാ റഈസിൽ അശറ വസ്തബ്ളഇ ഐ ഉത്ലുബി മിൻഹു അൽ ജിമാ. എന്താ സിസ്റ്റല്ലേ പരിശുദ്ധമായ ശരീഅത്തിന് നിക്കാഹ് വിവാഹം എന്താ? ഇതെന്ത് കൊല? ഇദാ തഹറത്തിൽ മർഅതു മിൻ ഹൈളിഹാ, ഒരു പെണ്ണ് തന്റെ മെൻസസ് പീരീഡ് കഴിഞ്ഞ് തന്റെ ഭർത്താവ് അവളോട് പറയുകയാണ്, എടീ പെണ്ണേ, ഇസ്തബ്ളഇ ഇലാ റഈസിൽ അശറ, നമ്മുടെ നാടിന്റെ നേതാവിന്റെ അരികിലേക്ക് നീ പോകണേ പെണ്ണേ. അവനോട് നീ പറയണം, ഇസ്തബ്ളഇ ഐ ഉത്ലുബ് മിൻഹു അൽ ജിമാ, ഉത്ലുബി മിൻഹു അൽ ജിമാ. എന്നെ ഒന്ന് ബന്ധപ്പെടുമോ, എന്നെ ഒന്ന് ശാരീരികമായി ബന്ധപ്പെടണേ എന്ന് ആ വ്യക്തിയോട്, ആ നാട്ടിലെ പ്രമുഖനോട്, ആ നാട്ടിലെ കാര്യക്കാരനോട് ഒരു പെണ്ണിനെ സ്വന്തം ഭർത്താവിന്റെ അനുവാദത്തോട് ഓടി പറഞ്ഞു വിടുകയാണ്. കാരണം അവന്റെ ബീജത്തിലൂടെ ജനിക്കുന്ന കുട്ടി ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായവനായേക്കാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ബുദ്ധിയുള്ള കുട്ടിയായേക്കാം. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ സ്വന്തം ഭർത്താക്കന്മാർ ഒരു പെണ്ണിന്റെ മെൻസസ് പീരീഡ് കഴിഞ്ഞാൽ അന്യരുടെ അരികിലേക്ക്, നാട്ടുകാരുടെ നേതാക്കന്മാരുടെ അരികിലേക്ക്, ബുദ്ധിജീവികളുടെ അരികിലേക്ക്, വിവരവും വിദ്യാഭ്യാസവും ഉള്ളവന്റെ അരികിലേക്ക് തന്റെ ഭാര്യയെ അനുവാദത്തോടെ പറഞ്ഞു വിടുകയാണ്. അവന്റെ ബീജത്തിലൂടെ അവന്റെ സ്വഭാവമുള്ള കുട്ടികൾ നമുക്കുണ്ടായേക്കാം. നല്ല കുട്ടി. അങ്ങനെ ഒരു നിയമം അവർക്കുണ്ടായിരുന്നു. നാട്ടിലെ പ്രമുഖന്റെ അടുക്കൽ കൊണ്ട് ഭാര്യയെ സമ്മാനിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, സമ്മാനിക്കും. എന്നിട്ട് അവനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടും. അങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ട് അവനിൽ ഉണ്ടാകുന്ന കുട്ടി അതായിരിക്കും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു കുട്ടി നമുക്ക് കിട്ടണം, അങ്ങനെ കുട്ടി നമുക്ക് കിട്ടണം. ഇങ്ങനെയൊക്കെയാണ് നിക്കാഹ്, വിവാഹം എന്ന് പറഞ്ഞ് ഇതൊക്കെയായിരുന്നു. ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. പാശ്ചാത്യ ലോബികൾ ഇന്നും 21-ാം നൂറ്റാണ്ട് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇതുപോലുള്ള നിക്കാഹുകളില്ലയോ? ഇന്നും ഇതുപോലുള്ള വിവാഹവും അധർമ്മങ്ങളും ഇന്നും ഈ ലോകത്ത് നടപ്പിലാകുന്നുവെങ്കിൽ ഇതിനെയെല്ലാം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അന്നിക്കാഹു മിൻ സുന്നതി, വിവാഹം എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം, വിവാഹം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധമായ ശരീഅത്ത് പഠിപ്പിക്കുന്നതാണ് വിവാഹം. യുവാക്കളെ, പുരുഷന്മാരെ, തഖയ്യറൂ ലിനുതഫികും, തഖയ്യറൂ ലിനുതഫികും. നിങ്ങളുടെ ബീജഗണങ്ങൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുതുകല്ലിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ബീജങ്ങൾ ഉണ്ടല്ലോ, ആ ബീജഗണങ്ങളെ നിങ്ങൾ നിക്ഷേപിക്കാനുള്ള സുഗമമായ ശുദ്ധമായ സ്ഥലം കണ്ടെത്തണേ. അത് ഹറാമായ അല്ലാഹു നിഷിദ്ധമാക്കിയ വഴികളിലൂടെ നിന്റെ ബീജത്തിന്റെ തുള്ളി
തുള്ളിയെ നീ സമർപ്പിക്കരുത്, അത് സൂക്ഷിക്കപ്പെടരുത്. അതിലൂടെ ഒരു ഹറാം കുട്ടിക്ക് നീ ജന്മം നൽകരുത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, ഫൈനൻ നിസാ യലിദ്ന അശ്ബാഹ ഇഖ്വാനിഹിന്ന വഅഖവാതിഹിന്ന. ഏതൊരു സ്ത്രീ പ്രസവിക്കട്ടെ, അവൾ പ്രസവിക്കുമ്പോൾ ഓർക്കണേ, ആ ഭർത്താവിന്റെ കുടുംബക്കാരനുമായിട്ട്, ആ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ, ഭർത്താവിന്റെ സഹോദരങ്ങളോ സഹോദരികളുമായി തീർച്ചയായും ആ കുട്ടികൾക്ക് സാദൃശ്യമുണ്ടായേക്കാം. അതുകൊണ്ട് തമ്മാടികളോ അഹങ്കാരികളോ ആയ ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് നിന്റെ ബീജം സമർപ്പിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി. നിക്കാഹ്, വിവാഹം എന്ന് പറഞ്ഞാൽ ഇതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ സാധനമൊന്നും അല്ലാതെ അത് നല്ല സ്ഥലത്ത് തന്നെ സൂക്ഷിക്കണം. അതിന് വിധങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. സാലിഹായ ഗർഭപാത്രത്തിൽ കൊണ്ടുപോകണം നിക്ഷേപിക്കാൻ. അതാണ് എന്നാലും നിക്കാഹ് നടക്കുള്ളൂ, റാഹത്തായ നിക്കാഹുള്ളൂ. നിന്റെ ബീജം അത് സാലിഹായ ഗർഭപാത്രത്തിൽ കൊണ്ട് നിക്ഷേപിക്കണം. അത് അയൽവക്കക്കാരുടെയും കാമുകിയുടെയും അവിടെ ഇവിടെയും ഗൾഫിൽ പോയിട്ട് ഇവിടെ പോയിട്ട് അതെല്ലാം കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഹറാം കുട്ടി എന്നതിന്റെ പേര്, ഹറാം കുട്ടി. അതാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, വലാ തലഊഹാ ഫീ ഗൈരിൽ അകിഫാ. കുഫുവല്ലാത്ത, നിനക്ക് യോജിക്കാത്ത ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ നിന്റെ ബീജം കൊണ്ടുപോയി സമർപ്പിക്കരുത്. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ അതിനാണ് കുഫുവത്ത പെണ്ണിനെ കെട്ടണം എന്ന് പറയുന്നത്. കുഫുവത്ത പെണ്ണിനെ കെട്ടണം. നമുക്ക് പറ്റിയ യോജിച്ച, നമ്മുടെ കുടുംബത്തിന് പറ്റിയ, നമ്മുടെ വാപ്പാക്കും ഉമ്മാക്ക് നമുക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സ്വാലിഹത്തായ പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിക്കണം. അതിനാണ് അനുഷ്ഠാനം. അല്ല ചുണ്ടി ചുമന്നത്, കണ്ണൂരുണ്ടത്, കവിള് തുടുത്തത്, നെഞ്ച് പിരിഞ്ഞത്, ഇതിനെ ഒന്നും അങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ കുടുംബത്തിൽ പുരയിൽ നമുക്ക് നിൽക്കപ്പറ്റി നമ്മളെ സൂക്ഷിക്കുന്ന, ഭർത്താവിനെ സൂക്ഷിക്കുന്ന, ഭർത്താവ് ദുബായിക്ക് പോകുമ്പോൾ തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്ന എല്ലാ നിലയ്ക്കുള്ള സുന്ദരിയായ, സുമുഖിയായ, സുശീലയായ പെണ്ണ് അവളെ തെരഞ്ഞെടുക്കണം. അവളുടെ ഗർഭപാത്രത്തിനാണ് വില, അതിനാണ് വില. ബാക്കിയുള്ള ഒരുപാട് പേര് ഗർഭപാത്രം കച്ചവടം ചെയ്യാനുണ്ട്, ഇഷ്ടംപോലെ കച്ചവടം ചെയ്ത് തരും. വേണമെങ്കിൽ അങ്ങോട്ട് പോയാൽ നിങ്ങളുടെ ബീജം അവളെ ഗർഭപാത്രത്തിൽ സൂക്ഷിച്ചു തരും 10 മാസം, എന്നിട്ട് കൊണ്ടുവന്ന് തരും. എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടിയാണ്, അതേ ഉള്ളൂ. പാലെടുക്കൂല, നമ്മളവിടെ കൊണ്ടുപോയി പാലെടുക്കും, നമ്മളവിടെ കൊണ്ടുപോയി പാലെടുക്കും. സാലിഹല്ലാത്ത ഗർഭപാത്രത്തിൽ ജനിച്ച കുട്ടിയാകുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തരും. നിനക്കൊരു കുട്ടിയെ കിട്ടി, അത് ഞാൻ വാടകയ്ക്ക് വേണ്ടി ഞാൻ വിറ്റതാണ്, ഇതുകൊണ്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് തരും. നമ്മൾ ഇതെടുത്തിട്ട് എന്ത് ചെയ്യും? പാലെടുക്കണ്ടേ? നമ്മുടെ ബ്രസ്റ്റിൽ എടുത്ത് വെക്കാൻ പറ്റുമോ? നമ്മുടെ ബ്രസ്റ്റ് കുടിക്കാൻ ആ കുട്ടിക്ക് എന്താ അത് ഉള്ളിൽ നിന്നൊക്കെ വലിച്ചെടുക്കണമെങ്കിൽ പ്ലെയർ എല്ലാം കൊണ്ടുവരണം. അതിനകത്ത് കുടിച്ച് പാലെടുക്കാൻ കുട്ടി കുടിക്കോ? പിന്നെ നിപ്പിളെല്ലാം ഉണ്ടാക്കിയിട്ട് പാശ്ചാത്യന്റെ പാൽ കൊടുക്കണ്ടേ? പശുവിന്റെ പാലൊക്കെ കൊടുത്ത് നിപ്പിളൊക്കെ ഇട്ടിട്ട് കുട്ടി കൊടുക്കണം. അപ്പൊ കുട്ടി വിചാരിക്കും എന്റെ ഉപ്പ ഇതായിരിക്കും, എന്റെ ഉമ്മ ഇതായിരിക്കും. ഏത് പശു? ഇത് തന്നെ പശു പാൽ, എന്റെ ഉമ്മ ഇത് തന്നെ. നല്ല ഗർഭപാത്രം തെരഞ്ഞെടുത്ത് ചെറുപ്പക്കാരാ. നീക്ക് സൗന്ദര്യം മാത്രം കണ്ടിട്ട് ഒരു പെണ്ണിനെ തെരഞ്ഞെടുത്താൽ ചിലപ്പോൾ നല്ല ഗർഭപാത്രം ആയിക്കൊള്ളണമെന്നില്ല. സൂക്ഷിച്ചോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപ്പക്കാർക്ക് നൽകുന്ന ഉപദേശം, ചെറുപ്പക്കാരാ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ കുപ്പയിലെ റോസാ പുഷ്പത്തെ സൂക്ഷിക്കണേ. ഖീല യാ റസൂലല്ലാഹ് വമാ ഖിളറാഉ ദിമൻ യാ റസൂലല്ലാഹ്. എന്താണ് കുപ്പയിലെ റോസാ പുഷ്പം എന്ന് അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അൽ മർഅത്തുൽ ഹസന ഫിൽ മൻബിതി സൂ. കാണാൻ അഴകുള്ള മഞ്ചുള്ള സുന്ദരിയായ, തൊലി വെളുത്ത ചുണ്ട് ചുവന്ന കവിൾത്തടം വീർത്ത സുന്ദരിയായ പെണ്ണാണ്. പക്ഷേ മോശമായ ചുറ്റുപാടുള്ള സംസ്കാര ശൂന്യയായി വളർന്നു വന്ന മോശം ഗർഭപാത്രത്തിന്റെ ഉടമയായ ആ പെണ്ണാണ് എന്റെ ചെറുപ്പക്കാരാ. അവളെ നിന്റെ വൈവാഹിക ജീവിതത്തിലെ സഖിയാക്കി, ഇണയാക്കി തെരഞ്ഞെടുക്കരുതേ. അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ നിനക്ക് ദോഷമുള്ള കുട്ടികളായേക്കാം. നിക്കാഹ് വിവാഹത്തിൽ എങ്ങനെ ആയിരിക്കണം അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ല നിന്റെ വഴിയല്ല സ്വീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ശൈലിയിലൂടെ പോ. അതാണ് വിവാഹം, അതാണ് യഥാർത്ഥ വിവാഹം. എന്തിനാണ് ഈ വിവാഹം കൊണ്ട് ഇസ്ലാം ഇത്രത്തോളം പ്രേരണ നൽകുന്നത്? ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധമാണ് വൈവാഹിക ജീവിതത്തിനുള്ളത്. വിവാഹവും
അള്ളാഹുവിന്റെ റസൂലുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവുമായി ബന്ധം. എന്തിനാണ് വിവാഹം? ഒന്ന് അൽ വലദു, കുട്ടികളെ അള്ളാഹു നമുക്ക് നൽകാൻ ഒരു മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ തരുണിയാണ്, നമ്മുടെ ഭാര്യയാണ്.